ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അതിവേഗം അനുമതി നൽകുന്ന നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന സർക്കാർ. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഭേദഗതി വരുത്തിയത്. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാലേ നിയമ ഭേദഗതിക്ക് സാധ്യതയുള്ളൂ എന്നതാണ് പ്രധാന വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലയോര ജനതയുടെ ആശങ്ക തീർക്കലിലാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. വന്യജീവി ആക്രമണം തുടർക്കഥയായ കേരളത്തിലെ മലയോരങ്ങളിൽ ജനരോഷം തിളച്ചുമറിയുകയാണ്. കേന്ദ്രത്തിനൊപ്പം കേരളം എന്തു ചെയ്യുന്നുവെന്ന വിമർശനത്തിനുള്ള മറുപടിയായാണ് നിയമ ഭേദഗതി ബിൽ. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിക്കാണ് ക്യാബിനറ്റ് അനുമതി. ജനവാസ മേഖലയിലിറങ്ങി അക്രമം നടത്തിയ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ പുതിയ ഭേദഗതി പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിവേഗം ഉത്തരവിടാം. കളക്ടർ അല്ലെങ്കിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശുപാർശ മാത്രം മതി. ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലാം, അല്ലെങ്കിൽ മയക്കുവെടി. നിലവിലെ നിയമപ്രകാരം വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിടാൻ നടപടിക്രമങ്ങൾ ഏറെയാണ്. കാട്ടിലേക്ക് തുരത്താനാണ് ഇപ്പോൾ മുൻഗണന. അത് പരാജയപ്പെട്ടാൽ മാത്രം അവസാന നടപടിയാണ് വെടിവെക്കൽ. 6 അംഗ വിദഗ്ധ സമിതിയുടെ അനുമതി വേണം. ആക്രമിച്ച മൃഗത്തെ തന്നെയാണ് വെടിവെക്കാൻ പോകുന്നതെന്ന് ഫോട്ടോ സഹിതം ഉറപ്പാക്കണം. കടുവയാണെങ്കിൽ നരഭോജിയാണെന്ന് വ്യക്തത വരുത്തണം. കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഭേദഗതി നിർദ്ദേശിക്കാമെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി നിർബന്ധമാണ്. അതിനു മുൻപ് ഗവർണറുടെ അംഗീകാരവും വേണം. തിങ്കളാഴ്ച തുടങ്ങുന്ന സഭാ സമ്മേളന കാലയളവിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കുമെങ്കിലും ബാക്കി കടമ്പകളാണ് പ്രശ്നം. ഭേദഗതി ഉയർത്തി പ്രതിഷേധങ്ങളെ നേരിടാമെന്നത് തന്നെയാണ് ബില്ലിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. കാട്ടുപന്നി അടക്കമുള്ള മൃഗങ്ങളെ ക്ഷുദ്രജീവി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദനമരം വനംവകുപ്പ് അനുമതിയോടെ മുറിക്കാനുള്ള ഭേദഗതി ബില്ലും അംഗീകരിച്ചു. അതേസമയം ഫോറസ്റ്റ് എക്കോ ടൂറിസം ബോർഡ് രൂപീകരിക്കാനുള്ള ബിൽ മാറ്റിവെച്ചു.